രാമനാരായണ രാമ. ജലകുഞ്ചി കുളം മുതൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സമുദ്രത്തിൽ അതിന് സ്ഥലം ഇല്ല. ജലകുഞ്ചിക്ക് സമുദ്രത്തിൽ സ്ഥലം ലഭിക്കുന്നത് എങ്കിൽ സമുദ്രത്തിൻ്റെ മഹാത്വം നഷ്ടപ്പെടും. ഇവിടെയുള്ള സംസ്കാരങ്ങളും ജലകുഞ്ചിക്കു പോലെ ആണ്. എൻ്റെ വിശാലമായ ശക്തിയിൽ ഇവർ ഏതൊരു എണ്ണത്തിലും വരാറില്ല. മറ്റ് മതങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുത്തി അശാന്തി ഉണ്ടാക്കേണ്ട. ഞാൻ ഒരു വലയത്തിൽ ജീവിച്ചാലും എൻ്റെ വാക്കുകൾ തീരത്തും സത്യമാണ്. ആന എത്ര തിന്നാലും അതിൻ്റെ ഗുണം ഒന്നും കുറയില്ല. അതിനെ ഒരു രാക്ഷസിന് എന്ന് പറയാനാവില്ല. എനിക്ക് വാലയത്തിൽ പ്രവർത്തനമുണ്ടെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിൽ മലിനം ചേർത്ത് നടന്നാൽ, സിനിമ കാണുകയോ മദ്യം പുകയോ ചെയ്ത് എൻ്റെ പ്രവർത്തനം നടത്തുകയോ ചെയ്താലും അതിൽ തെറ്റ് ഒന്നും ഇല്ല. എൻ്റെ വഴി, മാർഗം, ഈ പെരുമാറ്റത്തിൽ എങ്ങനെയും വാദങ്ങൾ ഇല്ല. നിങ്ങൾ ചെയ്താൽ അടിക്കപ്പെടും, അല്ലെങ്കിൽ ചെയ്താലോ ചെയ്തോ ഞാൻ പറയുന്നില്ല. ഞാൻ വ്യക്തിഗതമായി ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ഇതിൽ ഒരു തടസ്സവും ഇല്ലെങ്കിൽ അത് ശരിയാണ്. ആരെങ്കിലും ഇത് പറയുന്നുവെങ്കിൽ അവർ ചലിക്കുന്ന ശക്തി സഹജമായതാണ്. ബാല്യത്തിൽ തന്നെ അവരുടെ ദിവ്യശക്തി വൈഭവം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം അവരുടെ അടുത്തേക്ക് വന്നാൽ ഒരേയൊരു അദ്ദേഹം മാത്രമാണ് ഈ രീതിയിൽ ചലിക്കൂ എന്ന് പറയാൻ കഴിയും. അവർക്ക് അപ്രതീക്ഷിതമായി തൻ്റെ മഹത്വം സ്ഥാപിക്കുന്ന ശക്തിയില്ല. ഒരു മുസ്ലിം മടലെ സമയം തിലക് ചൂട്ടി ഹരിനാമം ചൊല്ലുകയാണെങ്കിൽ ഒരു വ്യക്തി അവനെ തിരിച്ചറിയുകയും ഒരു കത്തിനേരത്തിച്ച് കൊടുക്കുകയും ചെയ്താൽ മുക്ക് വന്നു അല്ലാഹു എന്ന് പറയും. എത്ര വലിയവൻ ആയാലും അത്തു പറയുന്നതിൻ്റെ അത്തരം പൊതുവ്യത്യാസങ്ങൾ വെളിപ്പെടുത്തപ്പെടും. കാരണം യഥാർത്ഥവും അടിസ്ഥാനപരവുമായ കാര്യങ്ങൾ അവരുടെ സംസാരിക്കുന്ന രീതിയിൽ മാത്രമേ മനസ്സിലാകൂ. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സംസ്കാരത്തിൻ്റെ ഒരു സ്പർശവുമില്ലെങ്കിലും ഞാൻ അവിടെ വിശുദ്ധമായതാണ്.